വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം എനിക്ക് എപ്പോഴും വരാറുള്ള ഒരു കോംപ്ലിമെൻ്റ് ആണ് എൻ്റെ കൈയിൻ്റെയും കാലിൻ്റെയും നെയിൽസ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും കോംപ്ലിമെൻറ്റ് ചെയ്യാറുള്ള ഒരു മെയിൻ കാര്യം ഇതാണ്. അതായത് എനിക്ക് ഈ നമ്മുടെ നെയിൽസും കാലിലെയും കയ്യിലെയും നെയിൽസൊക്കെ നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല, എനിക്ക് അത് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. സോ അത് മാത്രമല്ല, അത് നമ്മുടെ ഒരു വൃത്തിയുടെ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം വൃത്തിയായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നമ്മൾ എത്രത്തോളം നീച്ചാണെന്ന് നമുക്ക് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തിയുടെ വൃത്തി എത്ര ഉണ്ടെന്ന് നമുക്ക് അവരുടെ കയ്യിലും കാലിലും നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ എനിക്കെപ്പോഴും അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ് കിട്ടാറുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മാനിക്യൂർ അറ്റ് ഹോമാണ്. എപ്പോഴും മന്ത്ലി വൺസ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് മാത്രം ടൈം കണ്ടെത്താറുള്ളതാണ്. കാരണം വേറെ എന്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഈ ഒരു കാര്യം ഒരിക്കലും മിസ് ചെയ്യത്തില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ നഖം ഒന്ന് ഷേപ്പെങ്കിലും ചെയ്ത് ജസ്റ്റ് ക്ലീൻ ചെയ്തെങ്കിലും വെക്കാറുണ്ട്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ 2 കൈയിലും നഖം വളർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴായാലും, അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴായാലും, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴായാലും നമ്മളെ നെയിൽസിൻ്റെ ഇടയിൽ അഴുക്കൊക്കെ ഒത്തിരി കയറാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഞാൻ എപ്പോഴും ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളും, അതുമാത്രമല്ല ഞാൻ ഡെയിലി ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഒരു മന്ത്ലി ഉള്ളൊരു എൻ്റെ മാനിക്യൂർ റൂട്ടീനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പെഡിക്യൂർ റൂട്ടീൻ ഉടനെ വരുന്നതായിരിക്കും. കാരണം ഞാൻ എപ്പോഴൊക്കെ പെഡിക്യൂർ എടുക്കാൻ നിന്നാലും എനിക്ക് വീഡിയോ എടുത്തു തരാനായിട്ട് ഒരാളുണ്ടാവാറില്ല. അനിയത്തി എപ്പോഴും സ്കൂളിൽ പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മയായാലും അച്ഛനായാലും വീട്ടിൽ കാണാറില്ല. അപ്പം അങ്ങനെ എടുത്തു തരാൻ ഒരാളില്ല. അപ്പം അത് ഒരാളുണ്ടെങ്കിൽ അത് എടുത്തു തരുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ടിരിക്കുള്ളൂ. ഇപ്രാവശ്യം ഞാൻ എടുത്ത വീഡിയോ തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം, എൻ്റെ ബെസ്റ്റ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ വീഡിയോയിലോട്ട് പോയിക്കോളൂ. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ കുറേ നാളായിട്ടോ, ഏകദേശം ഒരു നവംബറിലെങ്ങാണ്ടോ എടുത്തതാണ്. ഇപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന പോലെ ആദ്യം തന്നെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ കാണുന്ന പോലെ ഭയങ്കര ബോറായിട്ടിരിക്കുകയാണ് എൻ്റെ കൈ. പക്ഷെ ട്രസ്റ്റ് ദ പ്രോസസ്സ്. കാരണം ഇതിൻ്റെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കൈക്ക് വന്ന് എത്രത്തോളം ചേഞ്ച് ഉണ്ടെന്ന്. അതുപോലെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കൈയുടെ ഒരു ഭംഗി എത്ര ഉണ്ടെന്ന്. അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതേപോലെ നല്ലതുപോലെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടില്ല, പക്ഷെ ഞാനത് പറഞ്ഞു പോവാം. ആക്ച്വലി ആദ്യം നമ്മൾ ഈ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളെ പച്ചവെള്ളം ഉണ്ടല്ലോ, പച്ചവെള്ളത്തിൽ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് കൈ ഒന്ന് കഴുകി കൊടുക്കുക. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഓരോ വട്ടം നമ്മൾ എന്തെങ്കിലുമൊക്കെ കൈ ചെയ്യുമ്പോഴും ഇങ്ങനെ കൈ ഒന്ന് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് നഖം വെട്ടാനായാലും അതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തതിന് ശേഷം എൻ്റെ കൈ നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ കുറച്ച് വെള്ളത്തുള്ളി കണ്ടില്ലേ, അതായിരുന്നു. എന്നിട്ട് ഞാൻ നല്ലതുപോലെ എൻ്റെ കൈക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്കാണ് ഞാൻ നഖങ്ങൾ വെട്ടി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെട്ടാം. ഇപ്പോൾ സ്ക്വയറിൽ വെട്ടണമെങ്കിൽ സ്ക്വയറിൽ വെട്ടാം, ഇല്ലെങ്കിൽ നമ്മൾ ഈ പോയിൻറ്റഡ് ആയിട്ട് വെട്ടില്ലേ, അതിങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ വെട്ടി കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ നമ്മുടെ ക്യൂട്ടിക്കിളിൻ്റെ ഭാഗത്ത് വന്നിട്ട് ഞാൻ ഇതേപോലെ നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു പ്രൊഫഷണൽ നെയിൽ ആർട്ടിസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആളല്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ചിലപ്പോൾ ഇതിൽ മിസ്റ്റേക്കൊക്കെ കാണും, പക്ഷേ സ്റ്റിൽ ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ക്യൂട്ടിക്കിളിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുറച്ചുകൂടെ ഒന്ന് ബാക്കിലോട്ട് നമ്മുടെ ക്യൂട്ടിക്കിളൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ പുഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നെയിൽസ് നഖങ്ങൾ പെട്ടെന്ന് ഗ്രോ ചെയ്യാനും, പിന്നെ അതുപോലെ ഈ ഡെഡ് സെൽസ് ഒക്കെ നമ്മുടെ നഖത്തിൻ്റെ ചുറ്റും കാണത്തില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആക്കാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കുകളും ജസ്റ്റ് ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് അത് കൈ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു ബ്രഷ് എടുത്തിട്ട് നല്ലതുപോലെ, അത് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ,
അതിൽ കുറച്ചുകൂടെ എന്തുവാണ് നമ്മുടെ ബ്രഷ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സോപ്പ് എടുത്തിട്ട് അത് നല്ലപോലെ ബ്രഷിൽ തേച്ചിട്ട് കയ്യിലെ ഇടയ്ക്കും നമ്മുടെ എന്തുവാണ് ക്യൂട്ടിക്കിൾസിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിക്കൊന്ന് റബ്ബ് ചെയ്ത് ബ്രഷ് ചെയ്ത് നല്ല കൊടുക്കുകയാണ്. പഴയ ബ്രഷ് എടുക്കുക കേട്ടോ, നമ്മൾ ഈ പുതിയ ബ്രഷ് എടുക്കരുത്. പഴയ ബ്രഷ് നമ്മൾ തേച്ച ബ്രഷ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും, അപ്പോൾ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. അതിനുശേഷം നമ്മുടെ ബ്രൂവിൻ്റെ പൊടി ഉണ്ടല്ലോ, ബ്രൂവിൻ്റെ അല്ല, കോഫി പൗഡർ. ഞാൻ ബ്രൂ ആണ് എടുത്തത്. കോഫി പൗഡറിൽ കുറച്ച് പഞ്ചസാരയും നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെ ടാനിങ് മാറാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്നൊന്ന് റിമൂവ് ആയി പോകാനും ഒക്കെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന അതായത് ആ ബ്രഷ് ചെയ്ത വെള്ളത്തിൽ തന്നെ ഞാൻ ജസ്റ്റ് കൈ കഴുകിയിട്ട് എന്നിട്ട് ഈ വെള്ളം കളയണം കേട്ടോ. അപ്പം ജസ്റ്റ് ഇതേപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ അടുത്തെടുക്കുന്നത് നമ്മുടെ കടലമാവാണ്. കടലമാവിൽ നമ്മുടെ അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച കോഫിയുടെയും പഞ്ചസാരയുടെയും സ്ക്രബ് ഉണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ചെയ്യും പോലെ ഇതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കയ്യിൽ ഒരു മാസ്ക് ആയിട്ട് തന്നെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നല്ല രീതിക്ക് ടാൻ പോവാനും, അല്ലെങ്കിൽ ഈ മാസ്ക് തന്നെ നമുക്ക് നമ്മുടെ ഫേസിലും ഈ സെയിം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫേസിലും ചെയ്യാം. ഇപ്പം ഞാനിത് കയ്യിൽ ഇട്ടേക്കുന്നതുകൊണ്ട് കയ്യിൽ കാണിക്കുന്നുണ്ട്, ഇപ്പോൾ മാനിക്യൂർ എന്നൊക്കെ പറയാനേ ഉള്ളൂ, പക്ഷേ ഇത് നമുക്ക് ഫേസിലും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ സ്ക്രബ് ചെയ്തപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് കഴുകി കേട്ടോ. പിന്നെ ഞാൻ പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം രണ്ടാമതെടുത്ത വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് ചെറിയ ചൂടുവെള്ളം എടുത്തത്. അപ്പം നിങ്ങൾ ഉപ്പിട്ടിട്ട് തന്നെ എടുക്കുക. ഉപ്പിട്ടിട്ട് എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല രീതിക്ക് ക്ലീൻ ആവാൻ നമ്മുടെ കൈക്കൊരു ഒരു വാവ് എഫക്റ്റ് ഒക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പല വീഡിയോസിലായിട്ട് വാവ് എഫക്റ്റ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടോടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും 15 മിനിറ്റ് കഴിഞ്ഞ് കൈയൊക്കെ നല്ലപോലെ കഴുകിയപ്പോൾ തന്നെ നിങ്ങൾ റിസൾട്ട് നോക്കൂ, എത്രത്തോളം ആ ഒരു റിസൾട്ട് ഉണ്ടെന്ന്. അപ്പോൾ തന്നെ കൈയൊക്കെ ഭയങ്കര സോഫ്റ്റായി സ്മൂത്തായൊക്കെ ഇരിക്കും കേട്ടോ. അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഞാൻ നമ്മുടെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെയിൽ പോളിഷ് എന്ന് പറഞ്ഞ സാധനം. അത് ഇപ്പം മുതലല്ല ഗൈസ്, എനിക്ക് എൻ്റെ കുഞ്ഞിലെ മുതൽ എനിക്ക് ഈ ബ്യൂട്ടി പരമായിട്ട് എന്തൊക്കെ, അല്ലെങ്കിൽ ബ്യൂട്ടി, സ്കിൻ കെയർ, അല്ലെങ്കിൽ ഇങ്ങനെ നെയിൽ ആർട്ട്, ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ ഭയങ്കര കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു നെയിൽ പോളിഷിൻ്റെ. പക്ഷേ ഒരിടയ്ക്ക്, അതായത് ഞാനൊരു +2 കഴിഞ്ഞ ടൈമിൽ +2 ആണോ +1 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, +1 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഒരു ഇൻട്രസ്റ്റ്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലുള്ള ഒരു ഇൻട്രസ്റ്റേ പോയി. അതായത് നെയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് പോയി. എന്ന് വെച്ചാൽ നെയിൽ പോളിഷ് ഇടാതെ ഫുള്ള് നഖമൊക്കെ വെട്ടി ക്ലീനായിട്ട്, അത് ഫുൾ നഖമേ വളർത്തത്തില്ല, വളർത്തും പക്ഷെ ഒരു മിനിമം നഖം ഏകദേശം ഇത്രയൊക്കെ നഖം വളർത്തിയതിന് ശേഷം നെയിൽ പോളിഷ് ഒന്നും ഇടത്തില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീണ്ടും ഞാൻ ഒരു ഡിഗ്രിക്ക് കയറി തുടങ്ങിയപ്പോഴും ഡിഗ്രി ഒരു 2 വർഷം വരെയൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ആയിരുന്നു. ഇപ്പോൾ ഈ 3rd ഇയർ ആയപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം എനിക്ക് പഴയ പോലെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് തോന്നി തുടങ്ങി. അപ്പോൾ എന്തായാലും നെയിൽ പോളിഷൊക്കെ ഇട്ട് തീരാറായെന്ന് തോന്നുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടോളൂ. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ പറയാട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ എന്തായാലും അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. ബൈ.